ഇന്ന് രാവിലെ ഒരു പുതിയ വാക്ക് പഠിച്ചു, ട്രയാങ്കുലേഷൻ. മാത്തമെറ്റിക്സിൽ, ജോമെട്രിയിൽ, എൻജിനീയറിങ്ങിൽ ഇതിലൊക്കെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ട്രയാങ്കുലേഷൻ. പക്ഷേ അത് സൈക്കോളജിയിലേക്ക് വരുമ്പോൾ അതിനൊരു ഡിസ്ട്രക്റ്റീവ് മീനിങ് ആണ്. അതിനെപ്പോഴൊരു നെഗറ്റീവ് കൊണോട്ടേഷനാണ്. രണ്ട് പേര് തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് മൂന്നാമതൊരാൾ പ്രവേശിക്കുന്നതിനാണ് ട്രയാങ്കുലേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ഒരാളുടെ മാധ്യസ്ഥം രണ്ടുപേരുടെ ബന്ധം കുറേ കൂടി സ്ട്രോങ് ആക്കാൻ സഹായിക്കും. പക്ഷേ മിക്കവാറും സംഭവിക്കുന്നത് മൂന്നാമതൊരാളുടെ പ്രവേശനം രണ്ട് പേര് തമ്മിലുള്ള ബന്ധത്തെ കൂടുതൽ വഷളാക്കും. ടോക്സിക് ബിഹേവിയറിൻ്റെ ഒരു പ്രധാനപ്പെട്ട എലമെൻ്റായിട്ടാണ് ഈ ട്രയാങ്കുലേഷനെ പറയുന്നത്. അപ്പോൾ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ പലപ്പോഴും അവരുടെ അധികാരം കാണിക്കാൻ വേണ്ടി, അവരുടെ സ്വാർത്ഥത കാണിക്കാൻ വേണ്ടി ഈ ട്രയാങ്കുലേഷൻ മെത്തഡോളജി ഉപയോഗിക്കുന്നുണ്ട്. വേറൊരാളുടെ സഹായം തേടുന്നു, ഒരാളെ തിരുത്താൻ വേണ്ടി, ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, ഒരാളെ ഉപദേശിക്കാൻ വേണ്ടി. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളിത് കാണുന്നുണ്ട്. മാർത്ത ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് ഈശോയ്ക്ക്. മാർത്തയുടെ കംപ്ലയിൻറ്റ് ശ്രദ്ധിക്കുക. എൻ്റെ സഹോദരി എന്നെ ഇവിടെ തനിച്ച് വിട്ടേക്കുന്നത് കണ്ടില്ല, ഞാനിവിടെ തനിച്ച് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈശോ, നീ അവളോടൊന്ന് പറയാം എന്നെ സഹായിക്കാൻ. മാർത്തയ്ക്ക് സഹോദരിയോട് നേരിട്ട് പറയാം. അവർ സഹോദരിമാരാണ്, അവർക്ക് നേരിട്ട് പറയാം, മറിയം നീ എന്നെ ഒന്ന് സഹായിച്ചേ. അതിൽ തീരാവുന്ന പ്രശ്നമാണ്. ഇവിടെ മൂന്നാമത്തെ ഒരാൾ പറയാണ്, അവളെന്നെ സഹായിക്കുന്നില്ല, അവളെപ്പോഴും ഇങ്ങനെയാണ്, അവളൊന്ന് പറഞ്ഞു വിട്ട്, അവളൊന്ന് ഉപദേശിക്കുക. ഇതാണ് മാർത്തയുടെ ഡയലോഗിൻ്റെ രീതി. അവിടെയാണ് ഈശോ പറയുന്നത് മറിയമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്തതെന്ന്. കാരണം എൻ്റെ കൂടെ ഇരുന്ന് അവൾ സംസാരിക്കുകയാണ്, എന്നെ കേൾക്കുകയാണ്, അവളോട് ഞാൻ സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് മൂന്നാമത്തെ ഒരാളില്ല. അവിടെ ക്ലാരിറ്റി ഉണ്ട് കമ്മ്യൂണിക്കേഷനിൽ. നമ്മൾ വേറൊരാളുടെ സഹായം തേടുമ്പോൾ, വേറൊരാളോട് കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായിട്ട് അയാൾ കൺവേ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇനി നമ്മൾ ആരോടാണ് ആ കാര്യം പറയുന്നത്, അയാളത്ര സേഫ് അല്ലെങ്കിലോ, അയാളത്ര സ്ട്രെയിറ്റ് അല്ലെങ്കിലോ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് രണ്ടുപേര് തമ്മിലുള്ള ഇടപെടലുകളിൽ നമ്മൾ മൂന്നാമത്തെ ഒരാളെ കയറ്റേണ്ട കാര്യമില്ല. നേരിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ബന്ധങ്ങൾ കുറച്ചും കൂടി സ്ട്രോങ് ആവും, സേഫ് ആവും.